ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ നാടൻ കോഴികൾക്ക് തീറ്റ കൊടുക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിച്ചതുണ്ട്, അതുപോലെ തന്നെ ലെയർ പെല്ലറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ചോളത്തവിടുണ്ട്. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. തീറ്റ നമ്മൾ പാത്രത്തിലേക്ക് ഇട്ട ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തിയെടുക്കും. ചെറുതായിട്ട് കുതിർത്തിയാൽ മതി, അധികം വെള്ളമാവേണ്ട ആവശ്യമില്ല. കാരണം പൊടികളായതുകൊണ്ട് നമുക്കത് ഒന്ന് പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മുടെ കോഴികളൊക്കെ ഇപ്പോൾ തീറ്റയ്ക്ക് വേണ്ടിയിട്ട് കാലത്ത് തന്നെ എന്നെയും കാത്തിരിക്കുകയാണ്. തീറ്റ പാത്രമൊക്കെ കാലിയായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ വീട്ടിലിപ്പോൾ ഉള്ളത് 2 മുട്ടക്കോഴികളുടെ കുട്ടികളും അതുപോലെ തന്നെ 20 നാടൻ കോഴിക്കുട്ടികളും ചെറുത്, അതുപോലെ തന്നെ ഒരു 4 പെടക്കുട്ടികളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് നമ്മുടെ രണ്ടാമത് വിരിഞ്ഞു കഴിഞ്ഞ കോഴിക്കുട്ടികളാണ്. ഇതിൽ 10 എണ്ണം ഉണ്ട്. ആദ്യം വിരിഞ്ഞതും 10 എണ്ണം, രണ്ടാമത് വിരിഞ്ഞതും 10 എണ്ണം. എല്ലാം പുള്ളി കോഴിക്കുട്ടികളാണ്. നമ്മുടെ അടുത്തൊരു പുള്ളിച്ചാത്തുണ്ടായിരുന്നു, അതിൻ്റെ കുട്ടികളാണ് ഇതൊക്കെ. അവനെ ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നപ്പോൾ കൊടുത്തു. ഞാൻ ചെറിയ കോഴിക്കുട്ടികൾക്ക് ഗോതമ്പും സ്റ്റാർട്ടറും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. സ്റ്റാർട്ടർ തനിച്ച് കൊടുത്താൽ മുതലാവില്ല, നല്ല വിലയാണ്. അതുമാത്രമല്ല ഗോതമ്പ് പൊടിച്ചത് അവർക്ക് നല്ലതുമാണ്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. നല്ല ഉഷാറായിട്ട് തന്നെ എല്ലാ കോഴിക്കുട്ടികളും വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പം മൊത്തം ഉള്ളത് 7 വലിയ കോഴികളും 20 കുട്ടികളുമാണ്. അതിൽ 4 എണ്ണം ഫസ്റ്റ് വിരിഞ്ഞതാണ്. അതിൻ്റെ തള്ളേനെ ഞാൻ കൊടുത്തു, കാരണം അവിടെ ഭയങ്കര വിശകാണ്. എല്ലാവരും കൊത്തു ഓടിക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനതിന് കൊടുത്തു. അപ്പം അതിൻ്റെ കുട്ടികളാണ് ഈ നടക്കുന്നത്. ഇതിൽ 2 എണ്ണം നാടനും 2 എണ്ണം മുട്ടകോഴിയുടെ കുട്ടികളാണ് ഉള്ളത്. ഇവരെ ഞാൻ ചുറ്റോറം വല കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇട്ടിരിക്കുന്നത്. കാരണം പുറത്തേക്കൊന്നും പോവില്ല. തൊട്ടടുത്ത് വീടുകളൊക്കെ ആയ കാരണം ഭയങ്കര ശല്യമാണെന്ന് പറഞ്ഞിട്ട് ഞാനെല്ലാം വല കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലാണ് വളർത്തുന്നത്. ഇത് ആദ്യം വിരിഞ്ഞ 10 കുട്ടികളാണ്. ഇതിപ്പോൾ 1.5 മാസം പ്രായമായിട്ടുണ്ട് ഈ കോഴിക്കുട്ടികൾ. ഞാൻ 5 കോഴിയിൽ നിന്നാണ് തുടങ്ങിയത്. അതിലിപ്പോൾ 2 എണ്ണത്തിന് കൊടുത്തു. 2 പെടയും ഒരു ചാത്തിന് ഞാൻ കൊടുത്തു. ഇനിയിപ്പോൾ ഉള്ളത് 2 പെടയാണ്. ഈ പുള്ളിപ്പെട അടയിരിക്കുന്നതല്ല, അത് മുട്ടയുടെ മാത്രമേ ചെയ്യുന്നുള്ളൂ, അടയിരിക്കുന്നില്ല. ബാക്കി ഒരു കറുപ്പും ഒരു വെള്ളയും അടയിരിക്കും.
ഫസ്റ്റ് ബാച്ചിൽ 4 കുട്ടികളാണ്. അതിൽ 3 പെടയും 2 ചാത്തനുമാണ്. ഇത് മുട്ടക്കോഴിയുടെ ചാത്തൻ കുട്ടിയാണ്, പിന്നെ ഇത് മുട്ടക്കോഴിയുടെ പെടക്കുട്ടിയാണ്. മുട്ടക്കോഴി പുള്ളിച്ചാത്തനും കൂടി മിക്സ് ആയിട്ടുള്ള സാധനമാണത്. ഇനി മുട്ടയിടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, കാരണം പുള്ളിച്ചാത്തൻ്റെ ആയ കാരണം എനിക്കൊരു സംശയം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ എൻ്റെ കൂട്ടിൽ മണ്ണാണ് ഇട്ടിരിക്കുന്നത്. കാരണം മണ്ണ് നമുക്ക് ഒരു കൊല്ലൊക്കെ കൂടുമ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ക്ലീനിങ് ഒന്നും വരില്ല, എന്നാലും പിന്നെ കൂട്ടിൽ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവർ കൂട് ഞാൻ അടയ്ക്കാറില്ല. കാലത്ത് അവർ തന്നെ പുറത്തിറങ്ങും, അവിടെയൊക്കെ ചിക്കി പറക്കി തിന്നും. വൈകുന്നേരം ആകുമ്പോൾ തന്നെ കൂട്ടിലും കയറും.